നമസ്കാരം. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് കൊല്ലൂർ മൂകാംബിക അമ്പലത്തിലേക്കാണ്. വളരെ കുറഞ്ഞ ചെലവിൽ കേരളത്തിൽ നിന്നും ഫാമിലി ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ ദർശനം നടത്തി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങും. കുറഞ്ഞ ചെലവിലുള്ള താമസം, കുടജാദ്രി യാത്രാ വിശേഷങ്ങൾ എല്ലാം കണ്ടുവരാം. മലയാളികളിൽ തന്നെ ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ആൾക്കാരും സന്ദർശിക്കുന്നൊരു ക്ഷേത്രമാണ് ഈ കൊല്ലൂർ മൂകാംബിക. സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കണ്ട കാഴ്ച ഇതാണ്. തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നയിക്കുന്നത് റോയപുരം ഷെഡിൻ്റെ ഒരു P7 ലോക്കോ ആണ്. ഇന്ന് മൂകാംബികയ്ക്ക് പോകുന്നത് എറണാകുളം ഓക്ക എക്സ്പ്രസ്സിനാണ്. ഈ ട്രെയിനിൽ നമ്മൾ മൂകാംബിക വരെ പോകുന്നില്ല. നമ്മൾ മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടി പിടിച്ചാണ് മൂകാംബികയ്ക്ക് പോകുന്നത്. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിനാണ് ഞങ്ങൾ മംഗലാപുരം വരെ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന കോച്ച് എന്ന് പറയുന്നത് S8 12 സ്ലീപ്പറുള്ള ഒരു വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണെന്ന്. അപ്പം ഞങ്ങൾ മൂകാംബികയ്ക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏകദേശം 1-2 മാസം മുന്നെയാണ്. മൂകാംബികയിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ബുക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ സഡൻ പ്ലാൻ ആണെങ്കിൽ ലിസ്റ്റ് ബുക്ക് ചെയ്തിട്ടാലും നിങ്ങൾക്ക് കൺഫേം ആവും. മൂകാംബിക വരെ സീസൺ അല്ലാത്ത ടൈമുകളിൽ അത്യാവശ്യം ടിക്കറ്റ് കിട്ടും. Attention of passengers, train number 20910 Portbandar Thiruvananthapuram North Weekly Superfast Express will arrive shortly on platform number 3. ഫൈനലി ഞങ്ങൾ മംഗലാപുരം ജംഗ്ഷനിലെത്തി. അപ്പം ഞങ്ങൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഞങ്ങൾ യാത്ര പോകുന്നത് മഞ്ചേശ്വരത്തുള്ള ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നാഗങ്ങളാണ്. കേരളത്തിലുള്ള മണ്ണാറശാല പോലെ നാഗങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. കഴിക്കാനുള്ള രാവിലത്തെ പ്രഭാത ഭക്ഷണം വീട്ടിൽ നിന്നും എടുത്തായിരുന്നു. ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഗൗഡ സാരസ്വത ബ്രാഹ്മൺസിൻ്റെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു അനന്തേശ്വര ക്ഷേത്രം. കാണുന്നത് കർണാടകത്തിലെ മുൾക്കിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമാണ്. അത് പോയ 2 ക്ഷേത്രങ്ങളാണ് ഉള്ളാലും പിന്നെ ഗുരുപുരയുള്ള സത്യദേവത ധർമ്മദേവതാ ക്ഷേത്രം. അംബികയിൽ പോകുന്ന വഴി കർണാടകത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഉടുപ്പിയിലെത്തി. ഇപ്പം ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. തിരക്കൊന്നുമില്ലായിരുന്നു, സുഖമായിട്ട് തൊഴാൻ പറ്റി. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട്. ഈ ഉടുപ്പി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന കവാടം കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ കവാടമാണ്. ഇപ്പോൾ ഞങ്ങളെടുത്ത റൂമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ജഗദാംബിക ഗസ്റ്റ് ഹൗസാണ്. കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു ദേവസ്വം റൂമൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കും. 500 രൂപയാണ് 2 ദിവസത്തേക്കും കൂടി ഞങ്ങൾക്ക് ഈ റൂമിനായത്. കർണാടകത്തിലെ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ കൊല്ലൂർ മൂകാംബിക. അംബിക യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്രയൊക്കെ യാത്ര പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചാലും ദേവി വിചാരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്കിവിടെ എത്താൻ പറ്റൂ. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. മൂകാംബികയെ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുടജാദ്രി. ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ് കുടജാദ്രിയിലേക്ക് പോകാനുള്ള ജീപ്പ് ലഭിക്കുക. 40 കിലോമീറ്ററോളം ദൂരമുണ്ട് കുടജാദ്രിയിലേക്ക്. ഏകദേശം 1.5-2 മണിക്കൂറോളം സമയമെടുക്കും. ജീപ്പിൽ വരുന്നത് ഏകദേശം 4560 രൂപ. മാക്സിമം 8 പേരെ മാത്രമേ ഒരു ജീപ്പിൽ കൊണ്ടുപോകത്തുള്ളൂ. 8 പേര് 4560 രൂപ വെച്ച് ഷെയർ ചെയ്യണം. 8 പേരുടെ ഒരു സംഘം പോവുകയാണെങ്കിൽ ഒരാൾക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 570 രൂപയാട്ടോ. ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഞങ്ങൾ കുടജാദ്രിയിലേക്ക് യാത്ര ആരംഭിച്ചത്. കൊല്ലൂർ ടൗൺ കഴിഞ്ഞ് മൂകാംബികയിലൂടെ യാത്ര ചെയ്ത് 20 കിലോമീറ്റർ അകലെയുള്ള നിട്ടൂർ എന്ന ഗ്രാമത്തിലെത്തി. കുടജാദ്രി യാത്രകൾക്ക് സ്നാക്സോ വെള്ളമോ ഒക്കെ ഇവിടെയുള്ള കടകളിൽ നിന്നും വാങ്ങാനും കഴിക്കാനുമൊക്കെ ആയിട്ട് ജീപ്പ് നിർത്തും. സോഡയും കരിക്കുമൊക്കെ കുടിച്ച് ആവശ്യത്തിനുള്ള കുപ്പിവെള്ളമൊക്കെ വാങ്ങി നിട്ടൂർ കഴിഞ്ഞ് നാഷണൽ ഹൈവേയിൽ നിന്ന് കുടജാദ്രി റോഡിലേക്ക് ജീപ്പ് പ്രവേശിച്ചു. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നാണ് യഥാർത്ഥ ഓഫ് റോഡ് ആരംഭിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് പിടിച്ചിരിക്കണം.
ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ്, ഇടിഞ്ഞും മറിഞ്ഞും തെന്നിയും ഉള്ള ഈ ഒരു യാത്രയുണ്ടല്ലോ, പ്രായമുള്ളവർക്കും നടുവിന് പ്രശ്നമുള്ളവർക്കും ഞാൻ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് കുടജാദ്രിയിലേക്കുള്ള പാർക്കിംഗ് സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പാർക്കിംഗ് സ്ഥലത്തെത്തി ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം നടന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ശങ്കരാചാര്യൻ്റെ പീഠത്തിലെത്താൻ. ജാദ്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കയ്യിൽ ഒരു വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഈ മല കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ദാഹിക്കും, നല്ല ക്ഷീണം വരും. ഇനി അങ്ങോട്ട് കഠിനമായ കയറ്റമാണ്, എക്സ്ട്രീം ലെവലാട്ടോ ഈ മലകയറ്റം എന്ന് പറയുന്നത്. മഴക്കാലത്ത് വരണം ഇതിൻ്റെ ഭംഗി ഏറെ ആസ്വദിക്കാനായിട്ട്. കോടയും മഞ്ഞും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരിക്കും. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജീപ്പുകളൊക്കെ കിട്ടുന്നതാണ് കുടജാദ്രിക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സർവജ്ഞ പീഠത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കയറി ഇവിടെ മുകളിലേക്ക് എത്തുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പോയിട്ട് തിരിച്ച് ഇറങ്ങുന്ന വഴിയാട്ടോ ഇത്. നടക്കുന്ന വഴി നിറച്ച് കോടയാട്ടോ. മൈലാഞ്ചി ഇതല്ല താഴെ നോക്കി നടന്നില്ലെങ്കിലേ വീഡിയോ ഇത് കണ്ട വല്ല കാണുന്നുണ്ടോ? ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിലിറങ്ങി വരുന്ന തിരക്കിലാണ്. നമ്മളെ തിരിച്ചിറങ്ങുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഴിയായതുകൊണ്ട് തെന്നാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പയ്യെ ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ്. ഏകദേശം 3:30 ഞങ്ങൾ താഴെ എത്തി. എന്ന വഴി തന്നെയാണ് തിരിച്ച് ഇറങ്ങുന്നത്. ഓഫ് റോഡ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടം വരെ ഉണ്ടാവും. അതിമനോഹരമായ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോടമഞ്ഞും നല്ല തണുപ്പുമൊക്കെ ആയിട്ട് അതിമനോഹരമായ യാത്ര സമ്മാനിച്ചു. നമുക്ക് കൊല്ലൂരെത്തിക്കഴിഞ്ഞ് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. മൂകാംബികയിൽ ശിവശക്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശങ്കരാചാര്യരാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ പ്രതിഷ്ഠ നടത്തി. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു സരസ്വതി മണ്ഡപമുണ്ട്. ആ സരസ്വതി മണ്ഡപത്തിലാണ് നിത്യവും ആയിരക്കണക്കിന് വരുന്ന കുരുന്നുകൾ അക്ഷരം എഴുതുന്നത്. അപ്പോൾ ഈ ഒരു സരസ്വതി മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായിട്ടുള്ള സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവിയുടെ ഒരു പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. കലയെ ഉപാസിക്കുന്നവരുടെ ഇഷ്ടകേന്ദ്രമാണ് ഈ ഒരു സരസ്വതി മണ്ഡപം. അതായത് കലയും സംഗീതത്തിനുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അംബിക ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ മുരുടേശ്വരത്തേക്ക് പോവുകയാണ്. ലോകത്തിലെ ശിവപ്രതിമകളിൽ വലിപ്പം കൊണ്ട് 2ാം സ്ഥാനം ലഭിച്ച ക്ഷേത്രമാണിത്. മൂകാംബിക യാത്രയിൽ വരാൻ പറ്റിയ മറ്റൊരു ഗംഭീര സ്ഥലമാണ് മുരുടേശ്വരം. 123 അടിയുള്ള ശിവപ്രതിമ കാണാൻ സാധിക്കും. ഇതിലൂടെയൊക്കെ പോകുമ്പോൾ അതിമനോഹരമായ ഈയൊരു രാജഗോപുരം കാണാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള 2ാമത്തെ രാജഗോപുരമാണ്. 249 അടി ഉയരമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ ലിഫ്റ്റുകളൊക്കെ അവൈലബിളാണ്. രാജഗോപുരം വലിയൊരു സംഭവം കേട്ടോ. ഇതാണ് മുരുടേശ്വരം അമ്പലത്തിലെ അടുത്തുള്ള ബീച്ചിൻ്റെ കാഴ്ച. ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് മംഗലാപുരത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം.